കേരളത്തിലെ അപൂർവം ശാസ്ത്രജ്ഞരിൽ വളരെ പ്രമുഖരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ടോക്കിനെ ക്ഷണിക്കുക. അല്ല, ഗവൺമെന്റ് ഇങ്ങനെ വ്യവസായവൽക്കരണം വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്നപ്പോൾ കോളേജുകളുടെ എണ്ണം വളരെ കൂടി. വ്യവസായത്തിന്റെ നിയമം അനുസരിച്ച് ഡിമാൻഡ് മൈക്ക് ഉപയോഗിച്ച നന്നായിരുന്നു സാറേ. മൈക്ക് കൂട്ടാൻ അനുവദിക്കുന്നു. നല്ല അധ്യാപകരില്ലാത്ത 0% പാസ്സുള്ള ചില കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് അവസ്ഥ. വ്യവസായവൽക്കരണമാണ് എനിക്ക് ഈ നിങ്ങളുടെ ശാസ്ത്രവേദിയെ പറ്റി വലിയ വിവരമൊന്നുമില്ല. ഞാനിവിടെ ജീവിക്കുന്ന ആളാണെങ്കിലും കേട്ടിരുന്നില്ല. അച്യുതശങ്കർ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത്. അച്യുതശങ്കർ ആണെങ്കിൽ ഞാൻ 14 വർഷം വിദ്യാർത്ഥിയായിട്ട് അധ്യാപകനായിട്ടൊക്കെ പ്രവർത്തിച്ചതിൽ പരിചയപ്പെട്ട ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളിൽ ഒരാളാണ്. ചെയ്ത് കാറ്റ് വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വന്നത്. അപ്പോഴും ഞാൻ അച്യുതശങ്കരോട് പറഞ്ഞത്, ഇത് ഈ ന്യൂക്ലിയർ വേണോ വേണ്ടോ എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. എന്താണ് കേരളത്തിലെ നമുക്ക് സുസ്ഥിരമായി ജീവിക്കുന്നതിന് ആവശ്യമുള്ള ഊർജം, പ്രത്യേകിച്ച് വൈദ്യുതി, ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ അടുത്ത സ്ലൈഡിൽ അതാണ്. അതിൽ ന്യൂക്ലിയറിൻ്റെ കാര്യത്തിൽ വളരെ ആകർഷകമായ ഒരു ടെക്നോളജിയാണ്. ശാസ്ത്രത്തിൻ്റെ മഹത്തായ സംഭാവനകളിലൊന്നാണ് ന്യൂക്ലിയർ സയൻസ്. നേരത്തെ സതീഷ് പറഞ്ഞതുപോലെ പ്രകൃതിയിൽ തന്നെ അങ്ങനെയാണ് നമുക്ക് സൂര്യനിൽ നിന്നുള്ള ഊർജം ഉണ്ടായി കിട്ടുന്നത്. പക്ഷേ വളരെയധികം വാഗ്ദാനങ്ങൾ നൽകിയ ഈ ടെക്നോളജി കുറേ കാലമായിട്ട് മന്ദഗതിയിലായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് അതിന് വീണ്ടും ജീവൻ വെച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ പൂർവാധികം ശക്തിയോടുകൂടി അതിൻ്റെ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ആഗോളതാപനം, അതിൻ്റെ ഭാഗമായി വരുന്ന കാലാവസ്ഥാ മാറ്റം, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കാർബൺ എമിഷൻ ഇല്ലാത്ത ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തിയേ മതിയാവും. അതാണ് ന്യൂക്ലിയർ എനർജി. അടുത്ത് ആ അവകാശവാദം തീർത്ത് ശരിയാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്ന് തീരെ കാർബൺ എമിഷൻ ഉണ്ടാവുന്നില്ല. പക്ഷെ പവർ പ്ലാന്റുകൾ ഇങ്ങനെ ശൂന്യതയിലല്ലോ നിൽക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇന്ധനം യുറേനിയം ആണെങ്കിലും എല്ലാം ഖനനം ചെയ്തെടുക്കണം, അത് പ്രോസസ്സ് ചെയ്യണം, അത് ട്രാൻസ്പോർട്ട് ചെയ്യണം, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. ആ മേഖലകളിലെല്ലാം നിന്ന് ഒരുപക്ഷെ അവിടെ ഉപയോഗിക്കുന്ന ഇന്ധന സ്രോതസ് വേറെ ആയിരിക്കാം, അവിടെ കാർബൺ എമിഷൻ ഉണ്ടാകുമോ ഇല്ലെന്നത് വേറൊരു ഇഷ്യൂ ആണ്. അത് പോട്ടെ. പക്ഷേ ഈ കാര്യം മറക്കരുത്. തീർച്ചയായിട്ടും അതിൻ്റെ വലിയ ആകർഷണം ഈ കാർബൺ എമിഷൻ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ് എന്നതാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ആകർഷകമായ ടെക്നോളജിക്ക് ക്ഷയം സംഭവിച്ചത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്? നെക്സ്റ്റ്. അതിന് 3 കാരണങ്ങളാണ്. ഒന്ന്, ആരംഭ ചെലവ് മറ്റ് പവർ പ്ലാന്റുകളേക്കാൾ കൂടുതലാണ്. രണ്ടാമത്തേത്, സുരക്ഷയെ പറ്റിയുള്ള ഉത്കണ്ഠകളാണ്. ഇവിടെ സതീഷ് തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി. മൂന്നാമത്തേത്, ഈ ആണവ നിലയങ്ങളിൽ ഉണ്ടാകുന്ന, അതിൻ്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആണവ വികിരണങ്ങളുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ വേസ്റ്റ് എങ്ങനെ സുരക്ഷിതമായി മറവ് ചെയ്യും? അത് ഇപ്പോൾ ഈ 1 ടൺ യുറേനിയം ഇന്ധനം കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റിൻ്റെ അളവ് വളരെ കുറവാണ് എന്ന് പറയാമെങ്കിലും ആയിരക്കണക്കിന് മെഗാവാട്ട് ശേഷിയുള്ള അനേക റിയാക്ടറുകൾ പ്രവർത്തിക്കുന്ന രാജ്യത്ത് ആയിരക്കണക്കിന് ടൺ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മറവ് ചെയ്യേണ്ട ആവശ്യം വരും. അതിന് ആദ്യത്തെ കമേഴ്സ്യൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രവർത്തിച്ചു തുടങ്ങിയത് അമേരിക്കയിലെ പെൻസിൽവേനിയയിലെ ഷിപ്പിംഗ് പോർട്ടിലാണ് 1957. അതിനുശേഷം
67 വർഷം ആയിട്ടും ഇപ്പോഴും എങ്ങനെ ഇത് സുരക്ഷിതമായി മറവ് ചെയ്യാം എന്ന പ്രശ്നത്തിന് തൃപ്തികരമായ പരിഹാരം ആയിട്ടില്ല. അതിന് അമേരിക്കയിൽ തന്നെ അവർ ഉദ്ദേശിച്ചിരുന്നത് ഡീപ് ജിയോളജിക്കൽ ഡെപ്പോസിറ്റ് എന്നുള്ളതാണ്. പക്ഷേ കാഷ്വലായിട്ടാണ് നമ്മുടെ പഴയ പ്രസിദ്ധമായ കോളാർ മൈനിനെ പറ്റി പറഞ്ഞത്. കോളാർ മൈൻ പോലെ, പക്ഷേ കോളാർ മൈൻ പറ്റില്ല. അമേരിക്കയിലും ജർമ്മനിയിലും എല്ലാം അവർ ശ്രമിച്ചത് സോൾട്ട് മൈനിലാണ്. ഉപ്പ് ഖനിയുടെ ഒരു സുരക്ഷിതത്വം എന്തെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് വെള്ളം കടന്നു കയറില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. വെള്ളം വന്നിരുന്നെങ്കിൽ ഉപ്പ് അലിഞ്ഞു പോകുമായിരുന്നത്. അപ്പോൾ വെള്ളം കയറില്ല എന്ന് ഉറപ്പുള്ള ഉപ്പ് ഖനി അല്ലെങ്കിൽ അതുപോലെയുള്ള ഖനികളിൽ നൂറുകണക്കിന് മീറ്റർ ആഴത്തിലുള്ള വലിയ ഗഹ്വരങ്ങൾ കുഴിച്ച് അതിനകത്ത് ഈ തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളോടുകൂടി ഈ വേസ്റ്റിനെ മറവ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഒരു സ്വീകാര്യമായ പരിഹാരമായി കണ്ടിരുന്നത്. ആ ചിന്തയോട് കൂടി മുമ്പോട്ട് പോവാം. നെക്സ്റ്റ് ഇതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യാം. സതീഷ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പല പുതിയ ടെക്നോളജി ഒരുപാട് മുമ്പോട്ട് പോയി എന്ന് പറയുന്നെങ്കിലും വാസ്തവം പറഞ്ഞാൽ യുറേനിയം ഫിഷൻ റിയാക്ഷൻ്റെ കാര്യത്തിൽ ഒരു മുമ്പോട്ട് പോലും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ റിയാക്ടർ പ്രവർത്തിച്ചിരുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും ഫിഷൻ പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ ഓരോ അപകടം ഉണ്ടാകുമ്പോഴും ആ അപകടത്തിൽ നിന്ന് സതീഷ് പറഞ്ഞുകൊണ്ട് നമ്മൾ പാഠങ്ങൾ പഠിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള അപകടം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള തിരുത്തലുകൾ വരുത്തും. അങ്ങനെ വരുത്തിയിട്ടുള്ള പല തിരുത്തലുകളുടെ കഥയാണ് നേരത്തെ സതീഷ് ഇവിടെ പറഞ്ഞത്. അതിന് ഈ ആർമി ജനറൽമാരെ പറ്റി കളിയാക്കി പറയാറുണ്ട്. ഓരോ ജനറലും പ്ലാൻ ചെയ്യുന്നത് കഴിഞ്ഞ യുദ്ധത്തിനെ പറ്റിയാണ്. അതായത് കഴിഞ്ഞ യുദ്ധത്തിൽ എന്തെല്ലാം മണ്ടത്തരമാണ് നമ്മൾ കാണിച്ചത് എന്ന് പഠിച്ചിട്ട് അതിനി വരാതിരിക്കാൻ വേണ്ടിയുള്ള പുതിയ പാഠങ്ങൾ അവർ ഡിവൈസ് ചെയ്യും. പക്ഷെ പുതിയ യുദ്ധം വരുമ്പോൾ പുതിയ മണ്ടത്തരങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഓരോ തെറ്റുകൾ വരുന്നു, നമ്മൾ തെറ്റ് കണ്ടു, തിരുത്തുന്നു, മുമ്പോട്ട് പോകുന്നു, പിന്നെയും തെറ്റുകൾ ഉണ്ടാകും. ആ പിന്നെയും തെറ്റുകൾ ഉണ്ടാകും എന്നുള്ളതിനെ എഞ്ചിനീയർമാർ കളിയായിട്ട് പറയുന്നതാണ് മർഫീസ് ലോ. ഈ പാർക്കിൻസൺസ് ലോ എന്നൊക്കെ എല്ലാവരും കേട്ടുകയാണ്. അതുപോലുള്ളതാണ് മർഫീസ് ലോ. മർഫീസ് ലോ പറയുന്നത് ഇഫ് എനിത്തിങ് ക്യാൻ ഗോ റോങ് ഇറ്റ് വിൽ. എന്തെങ്കിലും തകരാറ് പറ്റാൻ സാധ്യതയുണ്ടോ എങ്കിൽ അത് ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇവിടെ ഞങ്ങളുടെ റിയാക്ടർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തെ റിയാക്ടർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അമേരിക്കയിൽ അപകടം ഉണ്ടാകുമ്പോൾ റഷ്യക്കാരും പറയാം അമേരിക്കയിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ റഷ്യയിൽ അപകടം റഷ്യയിൽ അവിടെ പിന്നെ ഉണ്ടാകാതെ എങ്ങനെയാണ്? അമേരിക്കയിൽ റഷ്യയിൽ ഉണ്ടാവുമെങ്കിലും ഞങ്ങളുടെ നാട്ടിലുണ്ടാവില്ല എന്ന് ജപ്പാൻകാർ വിചാരിച്ചെങ്കിൽ അവിടെയും ഉണ്ടാവും. അപ്പോൾ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യണം? സഹിക്കുക തന്നെ. അപ്പോൾ അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്താണ്? ആ വില കൊടുക്കാൻ തയ്യാറായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ വേറെ വലിയ ടെക്നോളജിയൊന്നും വേണ്ട. റോഡിൽ നടക്കണമെങ്കിൽ പോലും നമ്മുടെ ഗതാഗത അപകടങ്ങൾ മരിക്കുന്നത് നല്ലൊരു ഭാഗം വഴിയെ നടക്കുന്നവരാണ്. വണ്ടി സ്പീഡിൽ വന്ന് ഇടിച്ചിട്ടങ്ങ് പോകും, വണ്ടിയുടെ പാട്ടിന് പോകും, ഇടികൊണ്ടാണ് അവിടെ കിടന്ന് ചാവും. അപ്പോൾ റോഡിൽ നടക്കണതിന് പോലും അപകടമുണ്ട്. പക്ഷെ ആ അപകടം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ റോഡിൽ കൂടെ നടക്കുന്നത്, വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്, വിമാനത്തിൽ കയറുന്നത് എല്ലാം. അപ്പോൾ അപകടത്തിന് കൊടുക്കേണ്ട വില എന്താണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യം സതീശോട് ഉന്നയിക്കുകയുണ്ടായി. അത് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടത്. നെക്സ്റ്റ്, മെൽറ്റിംഗ് ഡൗൺ ഉണ്ടാവില്ല എന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ശാസ്ത്രജ്ഞനും പറയാൻ പറ്റും. ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു സാങ്കേതിക മുന്നേറ്റം ഇപ്പോൾ ഗവേഷണത്തിലുണ്ട്. അത് ആണ് സബ് ക്രിട്ടിക്കൽ ഫിഷൻ റിയാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ റിയാക്ടറിനകത്ത് നിന്ന് തന്നെ ആവശ്യത്തിലുള്ള ന്യൂട്രോണുകൾ ഫിഷനിലൂടെ ഉണ്ടാകുകയും ആ ന്യൂട്രോണുകൾ പുതിയ ഫിഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന ചെയിൻ റിയാക്ഷൻ പകരം ഒരു എക്സ്റ്റേണൽ സോഴ്സ് ന്യൂട്രോൺ കൊടുക്കുക. ആ എക്സ്റ്റേണൽ സോഴ്സിന്റെ ന്യൂട്രോൺ കൊണ്ടാണ് ഇതിനകത്ത് ഫിഷൻ ചെയിൻ നിലനിർത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും അപകടം വന്നാൽ ഈ എക്സ്റ്റേണൽ സോഴ്സിനെ, പുറത്തുനിന്നുള്ള ന്യൂട്രോൺ സോഴ്സിനെ കണ്ട് ചെയ്താൽ അകത്തുള്ള റിയാക്ഷൻ താനെ ഇല്ലാതാകും. അപ്പോൾ ഒരിക്കലും ഈ റിയാക്ടറ് വളരെ ക്രമാതീതമായിട്ട് ഉയർന്ന രീതിയിലുള്ള അളവിലുള്ള ഫിഷനുകൾ ഉണ്ടായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത പൂജ്യമായിരിക്കും. അത് ശരിയാണ്. പക്ഷേ അതും ഇപ്പോഴും ഗവേഷണം നടക്കുന്ന ഒരു മേഖലയാണ്. കമേഴ്സ്യൽ റിയാക്ടറുകളായിട്ടില്ല. നെക്സ്റ്റ്, നേരത്തെ പറയണ്ട ഫെയ്മൈലൻഡ് ഇതെല്ലാം പറഞ്ഞു. പക്ഷെ ഇതിലെ ഞാൻ ഒരു
ഈ ആണവ വിരുദ്ധരുടെ ജൽപ്പനങ്ങളായിട്ട് മാത്രം ഇതിനെ കാണരുത്. ആൽവിൻ വെയിൻബർഗ്, അറ്റോമിക് എനർജിയിലെ അല്ലെങ്കിൽ ഫിസിക്സിസ്റ്റിനും എല്ലാം വളരെ പരിചിതമായ പേരാണ് ആൽവിൻ വെയിൻബർഗ്. അദ്ദേഹം ഓക്രിഡ്ജ് നാഷണൽ ലബോറട്ടറിയുടെ ഡയറക്ടറായിരുന്നു. അമേരിക്കൻ നോബൽ സമ്മാനം കിട്ടിയ ഫിസിസിസ്റ്റാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള 2 പ്രമുഖ റിയാക്ടർ കൺസെപ്റ്റുകൾ, പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ, ബോയിലിംഗ് വാട്ടർ റിയാക്ടർ, രണ്ടും ആദ്യമായി ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചതും ഈ ഓക്രിഡ്ജ് നാഷണൽ ലബോറട്ടറിയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കൊട്ടേഷൻ അദ്ദേഹം പറയുകയും ഈ ന്യൂക്ലിയർ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു അൺഫോർഗിവിംഗ് ടെക്നോളജിയാണ്, മാപ്പ് തരാത്ത ടെക്നോളജിയാണ്. നിങ്ങൾ ഒരു അബദ്ധം കാണിച്ചാൽ ഫലം അനുഭവിച്ചേ മതിയാവൂ. അതിന് ഒരു എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റില്ല, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ അദ്ദേഹം വിളിച്ചത് എ ഫോസ്റ്റിയൻ ബാർഗെയിൻ എന്നാണ്. ഫോസ്റ്റസിന്റെ കഥ ഇവിടെ വായിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ ബാർഗെയിൻ വിത്ത് ദ ഡെവിൾ എന്നാണ് പറയുന്നത്. ചെകുത്താനുമായിട്ട് അല്ലെങ്കിൽ ഡെവിളുമായിട്ടുള്ള ഒരു ബാർഗെയിനാണ്. ഞാൻ ഡെവിളിന് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു, ഡെവിൾ എനിക്ക് ആവശ്യമുള്ള സകല സൗഭാഗ്യങ്ങളും തരും, വളരെ ആകർഷകമായ സൗഭാഗ്യങ്ങൾ തരും. ഇത്തരത്തിലുള്ള ഒരു ബാർഗെയിനാണ് ന്യൂക്ലിയർ ടെക്നോളജി നൽകും എന്ന് പറഞ്ഞത് അതിൻ്റെ ആസൂത്രകരായ പ്രമുഖ ശാസ്ത്രജ്ഞരായ നോബൽ ലോറേറ്റ് ആയിട്ടുള്ള ആൽവിൻ വെയിൻബർഗാണ്. നെക്സ്റ്റ് അടുത്ത് ചെർണോബിൽ എല്ലാവരും പറഞ്ഞു. ചെർണോബിലും നേരത്തെ പറഞ്ഞതുപോലെ ഉടനടി ഉണ്ടായിട്ടുള്ള മരണങ്ങൾ വളരെ കുറവായിരുന്നു, 30-32 മാത്രം. ദീർഘകാല മരണങ്ങൾ, അതായത് അവിടുന്ന് പരന്ന റേഡിയോ ആക്റ്റീവ് ക്ലൗഡ്സ്, അത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ വരെ അത് പരക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടുണ്ടായ ചൈൽഡ്ഹുഡ് ക്യാൻസർ മുതലായവ മൂലം മരിച്ചവർ എത്രയാണെന്നുള്ളതിൻ്റെ കണക്കുകൾ വ്യത്യസ്തമാണ്. എന്തെന്നാൽ ഔദ്യോഗികമായ ഒരു കണക്കുണ്ടാവും, ഏത് അപകടമാണെങ്കിലും ഒരു ഔദ്യോഗിക കണക്കുണ്ടാവും. പക്ഷേ ഒരുപാട് അനൗദ്യോഗിക കണക്കെടുപ്പുകളും ഉണ്ടാകും. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ സാധിക്കില്ല, അതൊരു തർക്ക മേഖലയാണ്. പക്ഷേ ഒരു തർക്കവും ഇല്ലാത്ത ഒരു കാര്യമുണ്ട്, അത് ഈ അപകടം നടന്ന് 48 മണിക്കൂറിനകം 1,00,000-ലധികം ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരും. ഒഴിപ്പിച്ച് മാറ്റുക, ഇവിടുന്ന് പരക്കുന്ന റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന അപകടം. അത് ആദ്യത്തെ ഘട്ടത്തിൽ, ഇത് 1986 സോവിയറ്റ് യൂണിയനാണെന്ന് ആലോചിക്കണം, ഇന്നത്തെ സോവിയറ്റ് യൂണിയൻ അല്ല. അതുകൊണ്ട് ആദ്യം അവർ ചെയ്തത് അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു ഏകാധിപത്യ രാജ്യത്ത് അങ്ങനെ ഒരു പ്രഖ്യാപനം ഗവൺമെന്റ് നടത്തിയാൽ അതാണ് സത്യം. അതല്ല സത്യം എന്ന് വിചാരിച്ചാൽ പിന്നെ നിങ്ങളവിടെ ഉണ്ടാവില്ല. അങ്ങനെ പക്ഷെ അത് പിടിച്ചു നിൽക്കാൻ വയ്യാതായപ്പോൾ സത്യം പുറത്തു പറയേണ്ടി വന്നു. അവിടെ ഉണ്ടായ ചുറ്റുപാടുമുള്ള പ്രദേശം 30 കിലോമീറ്റർ റേഡിയസിലുള്ള ആളുകളെ ഒഴിപ്പിച്ചു. 1,00,000 ചില്ലാനം ആളുകളെയാണ് അങ്ങനെ 2 ദിവസത്തിനകം ഒഴിപ്പിക്കേണ്ടി വന്നത്. ചില കാര്യങ്ങളിൽ തർക്കം ഉണ്ടാകണം. ഈ എത്ര പേര് ക്യാൻസർ മുഖേന മരിച്ചു, ഇതിൽ ഏതെല്ലാം ക്യാൻസറുകൾ റേഡിയേഷൻ മുഖേനയാണ്, ഏതെല്ലാം അല്ലാതെയാണ്. ഇതിൽ പുകവലി മൂലം ക്യാൻസർ ഉണ്ടാകാനിടയുണ്ട് എന്ന് പറഞ്ഞതിനെതിരായി തന്നെ എത്രയോ പ്രചരണം നടന്നു. പുകയില കമ്പനികളുടെ പുകയിലയും ക്യാൻസറുമായിട്ട് ബന്ധമില്ലാന്ന് സ്ഥാപിക്കാനായിട്ട് അവരുടെ ഫണ്ട് വാങ്ങിച്ച് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി പ്രബന്ധം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പക്ഷെ ക്രമേണ വരുമ്പോൾ സത്യത്തിന് നിഷേധിക്കാനാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ തർക്കം ഉണ്ടാകും. പക്ഷേ ഈ ഒഴിപ്പിക്കൽ എന്നുള്ളത് ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ്, അതിന് കള്ളം പറയാൻ പറ്റും. ഇത് തന്നെ ഫുക്കുഷിമയിൽ സംഭവിച്ചു. അടുത്ത നോക്കാം. ഫുക്കുഷിമയിലും ഉടനടി മരണം 0 എന്ന് ധൈര്യമായിട്ട് പറയും. പക്ഷേ അവിടെ നിന്ന് റേഡിയേഷൻ പരന്നിട്ടുണ്ട്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വെള്ളം അവിടുന്ന് തുറന്നു വിടുകയുണ്ടായിട്ടുണ്ട്. പിന്നെ അവസാനം അത് കടലിലേക്കും തുറന്നുവിട്ട് ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ടായി. ഇതുപോലെ എന്തെല്ലാം നാശം ഉണ്ടായി എന്നുള്ളത് കണക്കത്തിലാണ് പറയുന്നത്. പക്ഷേ അവിടെയും 30 കിലോമീറ്റർ റേഡിയസിൽ നിന്ന് 1,64,000 പേരെ ഒഴിപ്പിക്കേണ്ടി വന്നു. അതൊരു യാഥാർത്ഥ്യം. അപ്പോൾ ആണവ അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. ഉണ്ടായാൽ എന്ത് ചെയ്യും, എന്ത് വില കൊടുക്കും എന്നാണ് നാം ആലോചിക്കേണ്ടത്. ഈ വില കൊടുക്കാൻ നമ്മൾ രാജ്യം തയ്യാറാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി, തർക്കിക്കാൻ പറ്റാത്ത സംഗതി ആളെ ഒഴിപ്പിക്കലാണ്. പിന്നെ മൈനർ അപകടങ്ങൾ മിക്കവാറും എല്ലാ ആണവ സ്ഥാപനങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം, നമുക്ക് ഈ അപകടം തടയാൻ പറ്റിയില്ല എങ്കിലും അപകട വാർത്തകളുടെ
യാഥാർത്ഥ്യം പുറത്തു കിടക്കുന്നത് തടയാൻ സാധിക്കാറില്ല. പക്ഷെ നമ്മളൊരു അന്വേഷണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം തന്നെ തർക്കം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിക്കണം, ഗവൺമെൻറ് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കുറ്റം ചെയ്ത ആൾ തന്നെയായിരിക്കും അന്വേഷണം നടത്തുന്നത്. അയാൾ റിപ്പോർട്ട് കൊണ്ടുവരും, ആ റിപ്പോർട്ട് നോക്കുന്നതും അദ്ദേഹമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അധികാരപ്പെടുത്തിയ ആളാണ്. പിന്നെ എന്തുണ്ടാകും എന്നുള്ളത് നമുക്ക് നന്നായിട്ട്. അപ്പോൾ പിന്നെ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയും, അത് അതിനേക്കാൾ കേരളമാണ്. എത്ര ജുഡീഷ്യൽ അന്വേഷണം കേരളത്തിൽ നടത്തിയിട്ടുണ്ട്, കേരളത്തിൻ്റെ കാര്യം പറയാൻ പറ്റും. പക്ഷേ പടിഞ്ഞാറൻ നാടുകളിലുള്ള വ്യത്യാസം, അവിടെ അന്വേഷണങ്ങൾ താരതമ്യേന സത്യസന്ധമാണ് എന്ന് തന്നെയുമല്ല, ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. കുറച്ച് സമയമെടുക്കുമായിരിക്കും, പക്ഷേ ജനങ്ങളിലേക്ക് എത്തും. അപ്പോൾ കാണുന്നത് ഒരുപാട് മൈനർ അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഈ മൈനർ അപകടങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ചിലത് മാനുഷിക പിശകുകളാണ്, ഹ്യൂമൻ എറർ എന്ന് പറയാം. എന്നിട്ട് വീട്ടിൽ വഴക്കിട്ടിട്ട് വന്ന് ആ ദേഷ്യത്തിന് ഇരയായിട്ടുള്ള ഒരു അപകടം ഉണ്ടാക്കിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യവശാൽ അതൊന്നും മേജർ അപകടങ്ങളായില്ല എന്നുള്ളതാണ്. അപ്പം അത്തരം അപകടങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഈ അപകടങ്ങളുടെ ഫലം എന്താകും, അല്ലെങ്കിൽ എന്താകാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞേ തീരും. വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കാര്യം സതീഷിന് അത് വളരെ ചുരുക്കി പറഞ്ഞു, ഇതൊരു പരാതി എനിക്കുണ്ട്. USA യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോഴും US ഗവൺമെന്റിന് സ്റ്റേബിൾ പെർമനന്റ് സിസ്റ്റം ഡിസ്പോസിംഗ് ഓഫ് ഹൈ ലെവൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഇല്ല. ഇതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് ഇലക്ട്രിസിറ്റി ചാർജിന്റെ ഒപ്പം ഒരു ചെറിയ എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഗവൺമെന്റിന്റെ ഫണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ചെലവാക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. അതിന് കാരണം ഈ യൂക്ക എന്ന് പറയുന്നത്, അത് മൗണ്ടൻ മൗണ്ടനിലുള്ള തുരങ്കങ്ങൾ, വലിയ തുരങ്കം. അടുത്ത നെക്സ്റ്റ് സ്ലൈഡ്, യൂക്ക മൗണ്ടൻ ഡെപ്പോസിറ്ററി. അത് ലാസ് വേഗാസിൽ 150 കിലോമീറ്റർ ദൂരെയാണ്. ഒറിജിനലായിട്ട് അത് പ്ലാൻ ചെയ്ത് 70,000 ടൺ വേസ്റ്റ് അവിടെ ശേഖരിക്കണമെന്നാണ്. പിന്നീട് 1,35,000 ടൺ ആക്കാമെന്നൊക്കെ അവർ ഊഹിച്ചിരുന്നു. പക്ഷേ ഇതിന് വലിയ എതിർപ്പ് നെവാഡ സ്റ്റേറ്റിലാണ്. നെവാഡയിൽ ന്യൂക്ലിയർ റിയാക്ടറൊന്നുമില്ല. പക്ഷേ ഈ വേസ്റ്റ് മുഴുവൻ, ഏഷ്യയിലെ എല്ലാ ന്യൂക്ലിയർ വേസ്റ്റും ഇവിടെ കൊണ്ടാണ് കുടിച്ചിടാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ശ്രീ സതീശൻ പറഞ്ഞില്ലേ, നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ്. അതൊരു ആഗോള മനോഭാവമാണ്. ചുമ്മാ ആളുകളെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. പിന്നെ എന്തിനാ ഈ വേസ്റ്റ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു. ഇതിന് ഈ 90-കളിൽ കേരളത്തിൽ ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നിർദ്ദേശം വന്നപ്പോൾ ആദ്യം അത് ഭൂതത്താൻകെട്ടിൽ സ്ഥാപിക്കുന്നതാണ് പറഞ്ഞത്. ഈ ഭൂതത്താൻകെട്ടെന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്കൊക്കെ എന്തോ അതൊക്കെ മാറ്റി കണ്ണൂരിനൊക്കെ ടീമേനിയം എന്ന സ്ഥലത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ടീമേനിയത്തിനെതിരായിട്ട് ജനങ്ങളെ തന്നെ ഒരുപാട് പ്രകടനം ഉണ്ടായി. സുഗതകുമാരി ടീച്ചർ ഞാനും ഒക്കെ അവിടെ പോയി ആളുകളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പക്ഷേ ഈ പറയുന്ന സാധനം ഇത്ര സേഫ് ആണെങ്കിൽ ഇതെന്താ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വെക്കാതെ, ഇതെന്താ ഈ ചീവലിൽ കൊണ്ടുവന്ന് വെക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ കഴിയുന്നതും ആൾതാമസം കുറവായ സ്ഥലത്ത് സ്ഥാപിക്കണമെന്നുള്ളതാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പോലും റെക്കമെൻഡേഷൻ. അതിൽ തന്നെ ഇത് ഈ പടത്തിൽ കാണുന്ന പോലെ അത്ര ആകർഷകമാണോ, അത് എന്താണ് ഭൂത്തുമ്പികൾക്കും വന്ന് ആസ്വദിക്കാവുന്ന സ്ഥലമാണോ എന്നൊക്കെ കഠിനമായിട്ട് ആലോചിക്കണം. അത് ഇപ്പൊ യുകെയിൽ ഏതായാലും അങ്ങനെ നടക്കുന്ന ഉറപ്പായി. കോൺഗ്രസ് അതിന്റെ ഫണ്ട് വിഡ്രോ ചെയ്തു. അവിടെ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിവിടെ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ അവിടുത്തെ അധികാരികൾക്ക് ഇല്ല, 2 രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ല. അതുകൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ ഇപ്പോഴെന്താ ചെയ്യുന്നത്? അടുത്ത സ്ഥലം അടുത്ത് നെക്സ്റ്റ് ഇവിടെ ന്യൂക്ലിയർ വെപ്പൺസ് വേസ്റ്റ് അത് ഒഴിവാക്കാൻ പറ്റില്ല. ഇത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ന്യൂ മെക്സിക്കോ, അത് തീരെ ഈ പറഞ്ഞ പോലെ ആൾതാമസം കുറഞ്ഞ ഒരു സ്റ്റേറ്റാണ്. ന്യൂ മെക്സിക്കോയിൽ വേസ്റ്റ് ഐസൊലേഷൻ പൈലറ്റ് പ്രോജക്റ്റ് അതുണ്ട്. അവിടെ ന്യൂക്ലിയർ വെപ്പൺസ് റിസർച്ചിൽ നിന്നുണ്ടാകുന്ന, അത് പ്ലൂട്ടോണിയോ എല്ലാം ഉണ്ടാകുന്നു, അത് 10,000 വർഷത്തേക്ക് സ്റ്റോക്ക് ചെയ്യണം എന്നുള്ളതാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. 660 മീറ്റർ ഡീപ്പായിട്ടുള്ള ഒരു സോൾട്ട് ഫോർമേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്.
അത് ഈ ആയുധ നിർമ്മാണത്തിൽ വരുന്ന വേസ്റ്റ് മാത്രമാണ് അവിടെ ചെയ്യുന്നത്. കമേഴ്സ്യൽ റിയാക്ടർ എന്നുള്ളത് അവിടെ വരുന്നില്ല. കമേഴ്സ്യൽ റിയാക്ടർ എന്നുള്ളതെല്ലാം അവരവരുടെ സ്ഥലത്ത് കോൺക്രീറ്റ് പെട്ടികളിൽ കാത്തു സൂക്ഷിക്കുകയാണ്. എത്ര വർഷം സൂക്ഷിക്കണം? അദ്ദേഹം ഈ ന്യൂക്ലിയർ ഫിഷനിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്ട്സിൽ സീഷ്യം, സ്ട്രോൺഷ്യൻ 90 ഇതെല്ലാം നൂറുകണക്കിനോ ആയിരക്കണക്കിന് വർഷം അതിൽ നിന്ന് റേഡിയേഷൻ വഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും കാലം ഇതിൽ നിന്ന് ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അത് അതിലുള്ള മെറ്റീരിയലുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ചൂടായിട്ടാണ് വരുന്നത്. ചൂട് വഹിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഈ പറഞ്ഞ പോലെ തീവ്രവാദികളുടെയോ അല്ലെങ്കിൽ സബർട്ടാഷുകാരുടെയോ ഇടപെടലുണ്ടാകാതെ നോക്കണം. ഇപ്പോൾ യുക്രൈനിൽ സംഭവിച്ചിരിക്കുന്ന പോലെ ആണവ റിയാക്ടർ പ്രദേശിക്കുന്നുള്ള യുദ്ധത്തിൻ്റെ നടുവിലായി എന്ന് വരാം. അവിടെയൊക്കെ അവസാന ഘട്ടത്തിൽ തലയ്ക്ക് വെളിവില്ലാത്തവരാണല്ലോ യുദ്ധം തുടങ്ങുന്നത്. അതുകൊണ്ട് അവരെന്തെല്ലാം ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തെല്ലാം സംഭവിക്കാം, ഇതെല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഇതിൽ ഒരു ചോദ്യം ചോദിച്ചത്, നിങ്ങൾ ഏത് ഭാഷയിലാണ് ഈ വാണിംഗ് എഴുതി വയ്ക്കാൻ പോകുന്നത്? അപ്പോൾ 100 കൊല്ലം കഴിഞ്ഞാൽ 200 കൊല്ലം കഴിഞ്ഞാൽ 1000 കൊല്ലം കഴിഞ്ഞാൽ ഏത് ഭാഷയിലാണ് ഇവിടെ ആളുകൾ സംസാരിക്കാമെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഇത് ആയിരക്കണക്കിന് വർഷത്തേക്കുള്ള ഈ ഭാരം നമ്മൾ വരും തലമുറകളിലേക്ക് കൈമാറിയിട്ട് നമ്മൾ പോകും. നമ്മുടെ മിക്ക ഉദ്യോഗസ്ഥരുടെയും ഉത്കണ്ഠ, ഞാൻ റിട്ടയർ ചെയ്യുന്നത് വരെ ഇതിനതോട് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അടുത്ത ഇലക്ഷൻ വരെ എന്ത് ചെയ്യണമെന്ന് എനിക്കും ഈ 5 വർഷത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുക എന്നുള്ള സ്വഭാവം നമുക്ക് പൊതുവേ ഇല്ല. പക്ഷേ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ശാസ്ത്രജ്ഞർ ചെയ്യേണ്ടത് ഈ 10,000 വർഷം ഹാർംഫുൾ റേഡിയേഷൻ വരുമെങ്കിൽ 10,000 വർഷത്തേക്ക് ഇത് സുരക്ഷിതമായിരിക്കും ഉറപ്പാക്കുന്ന നിർദ്ദേശങ്ങൾ നൽകണം. ആ നിർദ്ദേശം ഇപ്പോൾ യൂക്ക ഡെപ്പോസിറ്ററിയുടെ കാര്യത്തിൽ അത്തരം നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമാക്കണം. അല്ലാതെ ജനങ്ങളുടെ തലയിൽ ഇത്തരം ഒരു ഭാരം വയ്ക്കാൻ പാടില്ല. ഇത് ജനങ്ങളോട് പറഞ്ഞേ മതിയാവും. ഇത് ജനങ്ങളുമായിട്ട് പങ്കിട്ടേ മതിയാവും. അടുത്ത് പറയാതെ പോയ ഒരു അപകടം കിഷ്ടിൻ എന്ന് പറയുന്ന സ്ഥലം. അത് സ്ഥലമല്ല, ഒരു പേരിപ്പോൾ പതിഞ്ഞു പോയി. യൂറാൽ പർവ്വതത്തിൻ്റെ ചെരിവാണ്. അത് പഴയ സോവിയറ്റ് യൂണിയൻ്റെ പടിഞ്ഞാറേ ഭാഗമാണ്. അവിടെയാണ് ഈ അമേരിക്ക ആറ്റം ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ സോവിയറ്റ് റഷ്യയിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാനായിട്ടുള്ള വലിയൊരു ശ്രമം ഉണ്ടായി. ഒരുപാട് ന്യൂക്ലിയർ റിയാക്ടറുകളും അതിൽ നിന്നുണ്ടാക്കുന്ന പ്ലൂട്ടോണിയം ഉപയോഗിച്ചിട്ടാണ് ഒരു ബോംബ് ഉണ്ടാക്കിയത്. അതിൻ്റെ എല്ലാം വേസ്റ്റും ഫിഷൻ വേസ്റ്റുകളും എല്ലാം നിക്ഷേപിച്ചിരുന്നത് ഈ മായക് എന്ന് പറയുന്ന അതിനടുത്തുള്ള ഒരു ടൗണാണ് ചെലിയാബിൻസ്ക്. ഈ രണ്ടും ഇപ്പോൾ മാപ്പിൽ കാണില്ല. ഇപ്പോൾ ആ ടൗണും ഇല്ല, പ്രദേശങ്ങളില്ല. അവിടെ 1957 ഒരു പൊട്ടിത്തെറിയുണ്ടായി. ഈ അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ ഇട്ടിരുന്ന ഈ വേസ്റ്റ് ചൂടായി അത് പൊട്ടിത്തെറിച്ച് ഇവിടുന്ന് ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തേക്കാണ് ആ വേസ്റ്റ് പരന്നത്. അത് ചെർണോബിലിൽ നിന്നുണ്ടായ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ എക്സ്പ്ലോഷൻ്റെ പകുതിയോളം ക്വാണ്ടിറ്റി റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അവിടുന്ന് പരന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇതും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു രഹസ്യമാക്കി സോവിയറ്റ് യൂണിയൻ നിലനിർത്തി. പുറത്താരും ഇതിനെപ്പറ്റി അറിഞ്ഞില്ല. പുറത്തറിഞ്ഞത് വളരെ വർഷങ്ങൾക്ക് ശേഷം. അടുത്ത സ്ലൈഡ്. 1976 റഷ്യയിൽ നിന്ന് രക്ഷപ്പെട്ട് അമേരിക്കയിൽ അഭയം പ്രാപിച്ച ജോർജ് മെഡ്വദേവ് എന്ന പ്രശസ്ത ശാസ്ത്രജ്ഞൻ, ബയോളജിസ്റ്റ്, അദ്ദേഹമാണ് ഈ കിഷ്ടിമിലെ എക്സ്പ്ലോഷൻ്റെ കാര്യവും ഇതുമൂലമുണ്ടായ മലിനീകരണത്തിൻ്റെ അപകടങ്ങളെപ്പറ്റി പുറത്ത് പറഞ്ഞത്. പിന്നീട് റഷ്യയിൽ നിന്ന് വന്ന ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അവർക്ക് റീകൺസ്ട്രക്ട് ചെയ്തു. ഇവിടെയും രസകരമായ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. പക്ഷേ 1958 തന്നെ ഈ പ്രദേശങ്ങൾക്ക് മുകളിൽ കൂടി ചാര വിമാനങ്ങൾ പറത്തിയിരുന്ന അമേരിക്കയിലെ CIA ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി, ഇവിടുത്തെ പ്രദേശങ്ങളിലെല്ലാം ആളുകളെ മാറ്റി എന്നുള്ളതെല്ലാം CIAക്ക് അറിയാമായിരുന്നു. പക്ഷേ CIAക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ ഇത് പുറത്ത് പറയേണ്ട എന്നാണ്. ഇത്തരം ഒരു വിവരം പുറത്തു പറഞ്ഞാൽ അമേരിക്കയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ വ്യവസായത്തെ അത് പ്രതികൂലമായി ബാധിക്കും. ഇതൊന്നും അങ്ങനെ ആളുകൾക്കൊന്നും നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പോലെ വിവരമില്ലല്ലോ, നമ്മൾ മാത്രമാണല്ലോ വിവരമുള്ളത്. അപ്പോൾ ആളുകളോട് ഇതൊന്നും പറയണ്ട എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ CIA, അതൊരു CIA ഇതിനെപ്പറ്റി മുന്നിട്ടില്ല. പിന്നെ 76 ശേഷം നാട്ടുകാരെല്ലാം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് CIA എന്നതും ഈ വിവരം ഒരാൾ അമേരിക്കയിലുള്ള വിവരാവകാശ നിയമം ഉപയോഗിച്ച് ആ വിവരം പുറത്തെടുത്തപ്പോഴാണ്
ഇത് CIA അറിയാമായിരുന്നു എന്ന് അവർ പോലും അറിയുന്നത്. അടുത്ത് ചെർണോബിൽ, ഇതൊക്കെ നേരത്തെ സതീഷ് പറഞ്ഞു കഴിഞ്ഞു. ചെർണോബിൽ അപകടത്തിൽ ഫുക്കുഷിമയെ പറ്റി എല്ലാം നമുക്കറിയാം. അടുത്ത ഞാനിത് പറഞ്ഞു, ആളുകളെ ഒഴിപ്പിക്കുന്ന 1,00,000-ലധികം ആളുകളെ ഒഴിപ്പിക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നം. നെക്സ്റ്റ് അടുത്തത് ഫുക്കുഷിമ, അവിടെയും ഇത് തന്നെ പ്രശ്നം. നെക്സ്റ്റ് ഈ ഫുക്കുഷിമയുടെ ചുറ്റുപാടുള്ള പ്രദേശം ആണവ വിമുക്തമാക്കാൻ, മണ്ണിലാക്കി ഇതിൻ്റെ ആവശ്യകത വീഴുമല്ലോ, അത് ക്ലീൻ ചെയ്യുന്നതിനും സുരക്ഷിതമാക്കുന്നതിനും വേണ്ടി $187 ബില്യൺ, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്, $187 ബില്യൺ എസ്റ്റിമേറ്റഡ് ചെലവായിട്ട് ജപ്പാൻ കണക്കാക്കിയിരിക്കുന്നത്. ഈ റഷ്യയേക്കാൾ താരതമ്യേന കൂടുതൽ വിവരങ്ങൾ ജപ്പാനിൽ നിന്ന് കിട്ടുന്നുള്ളത് ഇത് കുറെ കൂടെ ശരിയായിരിക്കാം ഈ കണക്ക്. അതുകൊണ്ട് ഒരു പ്രൂഡൻസ്, മുൻകരുതൽ എന്ന് പറയാവുന്നത് അപകടം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ്, അത് ആര് ആ ഉറപ്പ് വന്നാലും അത് വിശ്വസനീയമല്ല. അപകടം ഉണ്ടായാൽ എന്തായിരിക്കും അതിൻ്റെ സ്വഭാവം, എന്തായിരിക്കും അതിന് കൊടുക്കേണ്ടി വരുന്ന വില, ഇത് കൊടുക്കാൻ നാം തയ്യാറാണോ, നമ്മുടെ രാജ്യത്തിന് സാധിക്കുമോ എന്ന് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇതിന് വേറെ വഴിയൊന്നുമില്ല. ഇതില്ലെങ്കിൽ ഇരുട്ട് എന്നുള്ളതാണോ അവസ്ഥ? അല്ല, ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം സോളാർ എനർജി, വിൻഡ് എനർജി എന്നെല്ലാം നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അപ്പോൾ പതിവായി പറഞ്ഞിരുന്ന ഒരു പ്രയോഗമുണ്ട്, ഇതൊക്കെ വളരെ ചെലവ് കൂടിയതാണ്. ചെലവ് കൂടിയതാണ് എന്ന് പറഞ്ഞിരുന്നത് കുറേ കാലം ശരിയായിരുന്നു. ഒരു 10-12 വർഷം മുൻപ് എൻ്റെ സ്വന്തം അനുഭവം പറയാം. എൻ്റെ വീട്ടിൽ പുരപ്പുറത്ത് 1 കിലോവാട്ടിൻ്റെ സോളാർ പാനൽ സ്ഥാപിച്ചു. അത് അന്ന് ഇലക്ട്രിസിറ്റി ബോർഡൊന്നും ഈ കറണ്ട് എടുക്കില്ല. അതുകൊണ്ട് ഇത് ശേഖരിക്കാനായിട്ട് ബാറ്ററിയും വാങ്ങിച്ചു വെച്ച് ഇതിൻ്റെ കറണ്ട് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നു. അന്ന് 1 കിലോവാട്ട് പാനൽ സ്ഥാപിക്കാനായിട്ട് എനിക്ക് ചിലവായത് 1.5 ലക്ഷം രൂപയാണ്. അത് കഴിഞ്ഞ രൂപത്തെ വർഷം ഇലക്ട്രിസിറ്റി ബോർഡ് ഇങ്ങനെ ഉത്പാദിപ്പിക്കുന്ന പുരപ്പുറ സോളാർ പാനലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഞങ്ങൾ എടുക്കാം എന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് സമ്മതിച്ചപ്പോൾ ഞാൻ 1 കിലോവാട്ടിൽ നിന്ന് 3 കിലോവാട്ടാക്കി വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ചപ്പോൾ എനിക്ക് ചിലവായത് 1 കിലോവാട്ടിന് ഏതാണ്ട് 70,000 രൂപയാണ്. ഇപ്പോഴും 65,000-70,000 രൂപ 1 കിലോവാട്ടിന് ചിലവാണ്. 3 കിലോവാട്ടിൻ്റെ പാനൽ സ്ഥാപിച്ച് എനിക്ക് മാസം 300-320 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഞാൻ ഗ്രിഡിലേക്ക് കൊടുക്കുന്നു. അതിൻ്റെ വില അവർ എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്ന് കുറയ്ക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്, അവർ ആണ്ടിൽ 1-2 തവണ ആ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തരും. അപ്പോൾ 3 കിലോവാട്ടിന് വേണ്ടി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 1.5 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ചിലവാക്കാൻ കേരളത്തിലെ ആളുകൾക്കുള്ളത് എല്ലാവർക്കും അല്ല, ഒരു മധ്യതരത്തിലുള്ള 10-30 ലക്ഷം രൂപ വീട് പണിക്ക് വേണ്ടി ചിലവാക്കുന്ന ആളുകൾക്ക് സാധാരണഗതിയിൽ തന്നെ കഴിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ ടെലിവിഷനിൽ കാണുന്ന പരസ്യത്തിനനുസരിച്ച് നമ്മുടെ ബാത്റൂം മോഡേണൈസ് ചെയ്യാനായിട്ട് 1 ലക്ഷം രൂപ ചിലവാക്കാൻ പലപ്പോഴും പഠിക്കാറില്ല. പക്ഷേ ഇത് സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ അതിന് സബ്സിഡി ഇല്ലേ, എന്താ തരാത്തതെന്നാണ് നമ്മൾ ചോദിക്കുക. ബാത്റൂമിൽ നന്നാക്കാൻ സബ്സിഡി ഒന്നും നമുക്ക് ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കും. പക്ഷേ സോളാർ പാനൽ സ്ഥാപിക്കാൻ സബ്സിഡി ഇല്ലാതെ പറ്റില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അത് മാറാൻ കുറച്ച് സമയമെടുക്കും, ആയിക്കോട്ടെ. പക്ഷേ ഈ വർഷത്തെ ആദ്യം അനൗൺസ് ചെയ്ത പ്രൈം മിനിസ്റ്റേഴ്സ് പ്രോഗ്രാം, PM സൂര്യഘർ പ്രോഗ്രാം, അതനുസരിച്ച് കേരളത്തിൽ ഞാൻ പറയാൻ പോകുന്ന കേട്ടാൽ നിങ്ങൾ ഞെട്ടരുത്, ഇപ്പോൾ 1000 മെഗാവാട്ടിലധികം വൈദ്യുതി പുരപ്പുറ സോളാർ പ്ലാന്റുകളിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിലേക്ക് കൊടുക്കുന്നുണ്ട്. 1000 മെഗാവാട്ട് അധികം വൈദ്യുതി. ഇതിൽ കൂടുതലാകുമായിരുന്നു. പക്ഷേ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനും ചീഫ് എഞ്ചിനീയർമാരും മന്ത്രിയും എല്ലാം എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ ലോക്കൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ പോയാൽ നമുക്ക് കിട്ടുന്ന സ്വീകരണം അത്ര കൃത്യമല്ല. നമ്മൾ ഒരുപാട് തവണ നടത്തിക്കും. പിന്നെ പറയും അവിടുത്തെ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി പോരാ, ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ, പല തടസ്സങ്ങളും പറയും. ഇത് കുറേ കൂടി ഹൃദ്യമായിരുന്നുവെങ്കിൽ, ഇലക്ട്രിസിറ്റി ബോർഡ് ഈ മാറ്റം അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ റിന്യൂവബിൾ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളും മാറാതെ പറ്റില്ല എന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് മനസ്സിലാക്കി അവിടുത്തെ എഞ്ചിനീയർമാരും ടെക്നീഷ്യന്മാരും മനസ്സിലാക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ 1000 മെഗാവാട്ട് എന്നുള്ളത് കണക്കനുസരിച്ച്
വരെ പോകാം. കേരളത്തിൻ്റെ ആവശ്യം നിറവേറാൻ മതിയാകുമ്പോൾ ന്യായമായ ചോദ്യമാണ്. അതിന് ആദ്യത്തെ പഠനം നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA സതീശൻ, അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന ചേന്നമംഗലം പഞ്ചായത്തിലാണ്. ചേന്നമംഗലം പഞ്ചായത്തിൽ തിരുവനന്തപുരത്തുള്ള സീഡിറ്റ് എന്നുള്ള സ്ഥാപനം നിങ്ങൾക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. സീഡിറ്റിലെ ഒരു അശോക് കുമാർ, അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവിൽ മുംബൈ IIT എന്നുള്ള ഒരു ടീം, അവിടുത്തെ ഒരു റിന്യൂവബിൾ എനർജിയുടെ താല്പര്യങ്ങളുള്ള ഒരു പ്രൊഫസർ MC നാരായണൻ, അദ്ദേഹവും മലയാളിയാണ്. അദ്ദേഹം അവരുടെ ഒരു സാങ്കേതിക സഹായത്തോടുകൂടി ITI കോളേജ് കുട്ടികളെ കൊണ്ട് നടത്തിച്ച ഒരു പഠനത്തിൽ 4600ഓളം വീടുകളിൽ നേരിട്ട് പോയി വീടിൻ്റെ ടെറസ് ഉണ്ടെങ്കിൽ കൂരയിൽ സോളാർ പാനൽ വയ്ക്കാനുള്ള സൗകര്യമുണ്ടോ അതൊക്കെ നോക്കിയിട്ട് അവർ കണ്ടെത്തിയത് ചേന്നമംഗലം പഞ്ചായത്തിനകത്ത് നിന്ന് പുരപ്പുറ സോളാർ പ്ലാന്റുകളിൽ നിന്ന് 11 മെഗാവാട്ട് മുതൽ 16 മെഗാവാട്ട് വരെ ഉത്പാദിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഒരു 10 മെഗാവാട്ട് കണക്കാക്കിയാൽ പോലും കേരളത്തിൽ 1000 പഞ്ചായത്തുകളെങ്കിലും ഉണ്ട്. അപ്പോൾ ഒരു 10,000 മെഗാവാട്ടെങ്കിലും സാധ്യതയുണ്ട്. ഈ മേഖലയിൽ പഠനം നടത്തിയ വേറൊരു മലയാളി ശ്രീ G മധുസൂദനൻ, അദ്ദേഹം IAS ഓഫീസറാണ്, മഹാരാഷ്ട്രയിലെ എനർജി ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഡയറക്ടറായിരുന്നു. പിന്നെ ഇപ്പോൾ അദ്ദേഹം WIS വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ എനർജി എന്നൊരു സ്ഥാപനം പൂനെയിൽ നടത്തുകയാണ്. അവരുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വീടുകളിലെയും ഓഫീസുകളെ പറ്റിയുള്ള ഒരു പഠനം നടത്തി. ഇവിടുത്തെ വീടുകൾ, സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ, ഫാക്ടറികൾ, പൊതു കെട്ടിടങ്ങൾ, ഇവിടെയെല്ലാം പുരപ്പുറ സോളാർ പ്ലാന്റുകളിൽ നിന്ന് എല്ലാം ഉൾപ്പെടെ 40,000 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് കേരളത്തിൽ. 40,000 മെഗാവാട്ട്. ഇവയിൽ നിന്ന് ശരാശരി കണക്കാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വരുന്ന ചോദ്യമുണ്ട്, നമുക്ക് 2 മൺസൂണുണ്ട്, എന്ത് ചെയ്യും, മഴക്കാലത്ത് എന്ത് ചെയ്യും എല്ലാം. അവിടെയും ശാസ്ത്രീയ പഠനം കാണിക്കുന്നത് ഒരു മൺസൂണുമില്ലാത്ത നാഗപ്പൂരിൽ കിട്ടുന്ന അത്രയും സൺഷൈൻ സൗരോർജം തിരുവനന്തപുരത്ത് കിട്ടുന്നുണ്ട് എന്നാണ്. 1 മെഗാവാട്ടിൽ നിന്ന് 1.2 മെഗാവാട്ട് യൂണിറ്റ്സ്, മെഗാവാട്ട് അല്ല 1.2 മില്യൺ യൂണിറ്റ്സ് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഈ 40,000 മെഗാവാട്ടിൽ നിന്ന് 56,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും. അതായത് 5,600 കോടി യൂണിറ്റ്. കഴിഞ്ഞ വർഷം കേരളത്തിലെ മൊത്തം വൈദ്യുതി ഉപയോഗം 2,800 മില്യൺ യൂണിറ്റായി, കോടി യൂണിറ്റായി, 2,800 കോടി യൂണിറ്റായി. അതിൻ്റെ ഇരട്ടി സാധ്യത കേരളത്തിന് ഉണ്ട്. കേരളത്തിൽ ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ നമുക്ക് കൽക്കരിയില്ല, ഗ്യാസില്ല, എണ്ണയില്ല, പക്ഷേ സൗരോർജം ആവശ്യത്തിന് ഇത് ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നതിനുള്ള ചെലവ് കഴിഞ്ഞ 10 വർഷത്തിനകം നാടകീയമായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പാനലുകൾ മിക്കതും, അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന സൗരോർജ സെല്ല്, സോളാർ സെല്ല് വരുന്നത് ചൈനയിൽ നിന്നാണ്, അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നാണ്. ഈ സോളാർ സെല്ലിൻ്റെ ഉത്പാദനം ഇന്ത്യയിൽ ഇപ്പോൾ വലിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ സുഹൃത്ത് അദാനി ചെയ്യാൻ പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിന് പുറകെ ഗവൺമെൻറ് പോകാതിരിക്കില്ല, അങ്ങനെയാണല്ലോ ഗവൺമെൻറ്റിൻ്റെ രീതി. അതുകൊണ്ട് താമസിയാതെ ഇന്ത്യയിൽ അദാനിമാരും എല്ലാം ടാറ്റായും വലിയ തോതിൽ ആ രംഗത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ സെമി കണ്ടക്ടറിൻ്റെ കാര്യത്തിലൊക്കെ സ്വകാര്യ മേഖല ഇപ്പോൾ കുതിച്ചു കാണുന്നുണ്ട്. സമയങ്ങളിൽ ഒരു ചോദ്യം ചോദിക്കും. നമ്മൾ ഈ ന്യൂക്ലിയർ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം വേസ്റ്റാണ്. അതെ. സാറിൻ്റെ വീട്ടിലിരിക്കുന്ന സോളാർ പാനൽ എത്ര വർഷം നിൽക്കും? അത് കഴിഞ്ഞതിന് എന്ത് സംഭവിക്കും? ഈ ബാറ്ററി എന്ത് സംഭവിക്കും? സാർ വാങ്ങിച്ച ബാറ്ററി എന്ത് സംഭവിക്കും? കേരളത്തിലെ എല്ലാ വീടുകളിലും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നവും അതിൻ്റെ കോസ്റ്റും കൂടെ നമ്മൾ ചർച്ച ചെയ്യണ്ടേ എന്നൊരു ചോദ്യം. തീർച്ചയായിട്ടും ഈ ബാറ്ററി, ഞാൻ ബാറ്ററി വിശ്വസിക്കുന്ന ആളല്ല. പിന്നെ ഗതികേട് കൊണ്ട് ഇപ്പോൾ ബാറ്ററി ഉപയോഗിക്കുന്നു, എല്ലാവരും ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്, ഞാനും ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡും അത് അതിനെപ്പറ്റി കൂടുതൽ പറയാനുണ്ട്. എന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പോൾ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിലേക്ക് പോകാൻ ആലോചിക്കുന്നു. ഇവരിങ്ങനെ പലതും ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇത് വരാൻ ഇടയുണ്ട്. എന്തെന്നാൽ ഈ ന്യൂക്ലിയർ ലോബി എന്ന് പറയുന്നത് ബാറ്ററി ലോബി ആഗോളതലത്തിൽ വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ ബാറ്ററിയുടെ മഹത്വത്തെ പറ്റി ഇങ്ങനെ ബാറ്ററിക്കാർ മാത്രമല്ല മസ്കുമൊക്കെ ഇപ്പോൾ ആ രംഗത്തേക്ക് കടക്കുന്നുണ്ട്. ബാറ്ററി പക്ഷേ വളരെ മെറ്റീരിയൽ ഇൻറ്റൻസീവാണ്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന മോഡേൺ ബാറ്ററി ഉപയോഗിക്കുന്ന ലിഥിയം, കോബാൾട്ടിൻ്റെ റയർ മിനറൽസ് ആണ്. ഇത് തന്നെയല്ല, ഈ ഇവയുടെ ലഭ്യത പരിമിതമാണ്. ആ പരിമിതമായ ലിഥിയത്തിൻ്റെ ലഭ്യതയും പ്രോസസ്സിങ്ങും മാർക്കറ്റിങ്ങും
അതിൻ്റെ നിയന്ത്രണം ചൈന ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചൈനക്കാരെ നിയന്ത്രിക്കുന്ന രീതിയിൽ തന്നെ സ്വപ്നം കണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത കാലത്ത് നിങ്ങൾ പേപ്പറിൽ വായിക്കുകയാണ് ലഡാക്കിൽ ലിഥിയത്തിൻ്റെ ഡെപ്പോസിറ്റ് കുറച്ചുണ്ട് എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യക്കും സ്വന്തമായി കുറേ ഉത്പാദിപ്പിക്കാൻ സാധിച്ചേക്കും. ഓസ്ട്രേലിയയിൽ നിന്ന് ലിഥിയം അവർ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ ഇൻറ്റൻസീവാണ്. പിന്നെ ബാറ്ററിക്ക് ഒരു ഫിക്സഡ് ലൈഫുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ലെഡ് ആസിഡ് ബാറ്ററി 5 or 6 കൊല്ലം കഴിയുമ്പോൾ മാറ്റേണ്ടി വരും. ചിലപ്പോൾ ലൈഫ് കുറച്ചുകൂടി വർദ്ധിക്കും. എന്നാലും അതൊരു റെക്കറിങ് കോസ്റ്റാണ്. അതുകൊണ്ട് ബാറ്ററി ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷനാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ തൽക്കാലം അതിനെ ആശ്രയിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ലോങ് ടേം സൊല്യൂഷൻ എന്താണ്? ലോങ് ടേം സൊല്യൂഷൻ്റെ കാര്യം കേരളത്തിനൊരു ഭാഗ്യമുണ്ട്. നമ്മുടെ പംപ്ഡ് സ്റ്റോറേജ് എന്ന് പറയും. നിങ്ങൾ എത്ര പേരത് കേട്ടുകാണെന്ന് എനിക്കറിയില്ല. എഞ്ചിനീയറിംഗ് സിലബസിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ രീതി അനുസരിച്ച് ഇപ്പോൾ എല്ലാം സ്പെഷ്യലൈസേഷനാണ്. ഇലക്ട്രോണിക്സുകാരും ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരും ഒന്നും ഇപ്പോൾ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പ് അത് കമ്പൽസറി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാരണം അത് പറയാം. ഞാൻ ഉദാഹരണം 2 റിസർവോയർ ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന ഉദാഹരണം തന്നെ പറയാം. അതിരപ്പള്ളി നമുക്ക് എല്ലാവർക്കും അറിയാം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിലായിട്ട് തൊട്ട് മുകളിലായിട്ട് പൊരിങ്ങൽകുത്ത് ജലാശയമുണ്ട്. അവിടെ ഒരു ചെറിയ പവർ സ്റ്റേഷനുണ്ട്. അത് ചാലക്കുടി പുഴയുടെ ഭാഗമാണ്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 5 മൈൽ തെക്കോട്ട് മാറിക്കഴിഞ്ഞാൽ പെരിയാർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇടമലയാർ റിസർവോയർ വലിയ റിസർവോയറാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ പൊരിങ്ങൽകുത്ത് റിസർവോയർ മഴക്കാലത്ത് വെള്ളപ്പൊക്കം വരുമ്പോൾ കവിഞ്ഞൊഴുകും. ഈ കവിഞ്ഞൊഴുകി വെള്ളം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നഷ്ടമാവുന്നത് തടയാനായിട്ട് അവർ അവിടെ നിന്ന് ഒരു കനാൽ ഇടമലയാറിലേക്ക് കുഴിച്ചു. ഈ കനാലിലൂടെ വെള്ളം ഇടമലയാറിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ഇടമലയാറിൽ ഒരു 75 മെഗാവാട്ടിൻ്റെ ജനറേറ്റിംഗ് സ്റ്റേഷനുണ്ട്. അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ച് ഇടമലയാറിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കും. ഇതിന് പകരം ഈ കനാലിൽ കൂടെ ഒഴുക്കിക്കൊണ്ടുവരുന്നതിന് പകരം ഒരു തുരങ്കത്തിലൂടെയോ അല്ലെങ്കിൽ പെൻസ്റ്റോക്ക് പൈപ്പിലൂടെയോ ഈ വെള്ളം കൊണ്ടുവരികയാണ് എങ്കിൽ 350 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാം എന്ന് ഇത് ഇതിനെപ്പോലെയുള്ള ക്ഷുദ്രജീവികൾ പറയുന്നതല്ല, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എഞ്ചിനീയർമാരുടെ പഠനം കാണിച്ചിട്ടുണ്ട്. 10 വർഷം മുൻപ് നമ്മുടെ ശിവശങ്കരൻ സാറ് ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാനായിരുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഈ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി തരികയാണ്. എന്നിട്ട് പകൽ സമയത്ത് ഇപ്പോൾ 1000 മെഗാവാട്ട് നമ്മുടെ വീടുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നു പറഞ്ഞിട്ട് കുറച്ചു നാൾ മുമ്പ് പത്രത്തിലൊരു വാർത്ത വന്നു. ദൗർഭാഗ്യവശാൽ ഞാനത് കത്തിയെ സൂക്ഷിച്ചില്ല. NTPC-ക്കാർ കായംകുളത്തുള്ള തെർമൽ പവർ പ്ലാന്റുകാർ പറഞ്ഞു അവരുടെ കസ്റ്റഡിയിൽ കുറേ സ്ഥലമുണ്ട് NTPC-ക്ക് കൊടുത്തത്. അവിടെ അവർ സോളാർ പാനൽ സ്ഥാപിച്ച് 400 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് അവരോട് അത് വേണ്ടാന്ന് പറയുകയാണ് ചെയ്തത്. പിന്നീട് ഇപ്പോൾ അവർ 92 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ച് ലൈനിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ NTPC-ക്ക് 400 മെഗാവാട്ട് അവിടെ ഉത്പാദിപ്പിക്കാൻ സാധിക്കാം. ഇതെല്ലാം ഉൾപ്പെടെയാണ് കേരളത്തിൽ മൊത്തം 40,000 മെഗാവാട്ട് കപ്പാസിറ്റി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പകൽ സമയത്ത് ഒരു 5000 മെഗാവാട്ടോ 10,000 മെഗാവാട്ടോ വൈദ്യുതി സോളാറിൽ നിന്ന് ഉത്പാദിപ്പിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിന് ഈ വൈദ്യുതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പറ്റും. ആ അധിക വൈദ്യുതി കൊണ്ട് ഇടമലയാറിൽ നിന്ന് വെള്ളം തിരിച്ച് പമ്പ് ചെയ്ത് പൊരിങ്ങൽകുത്തിലേക്ക് കയറ്റാം. അതിന് ഇടമലയാറിൽ പ്രവർത്തിക്കുന്ന ജനറേറ്ററിനെ മോട്ടറായിട്ടും ഇലക്ട്രിസിറ്റി കൊണ്ട് കൊടുത്താൽ അതിനെ മോട്ടറായിട്ട് പ്രവർത്തിപ്പിക്കാം. അവിടുത്തെ ടർബൈനെ പുറകോട്ട് കറക്കി പമ്പായിട്ടും പ്രവർത്തിപ്പിച്ചാൽ ഈ വെള്ളം പമ്പ് ചെയ്ത് തിരിച്ച് പൊരിങ്ങൽകുത്തിലേക്ക് കയറ്റാം. ഇത് വെറും സ്വപ്നം പറയുകയല്ല. ഇതിനെയാണ് പമ്പ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. പവർ പ്ലാന്റിൻ്റെ രംഗത്ത് അംഗീകൃതമായ ടെക്നോളജിയാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന് ചെയ്യാവുന്ന കാര്യം ടെൻഡർ വിളിച്ചാൽ ഇത് സ്ഥാപിച്ചു കൊടുക്കാൻ വലിയ വലിയ കമ്പനികൾ തയ്യാറായി വരും. ഞാൻ പറയാൻ കാരണം 3 വർഷം മുൻപ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ പമ്പ് സ്റ്റോറേജ് പ്രോജക്റ്റിനെ പറ്റി ഒരു നാഷണൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. അന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ഒരു സീനിയർ എഞ്ചിനീയർ അവതരിപ്പിച്ച പേപ്പറിൽ പറഞ്ഞത് ഇതുപോലെ നിലവിലുള്ള റിസർവോയറിൽ നിന്ന് പുതിയ ഡാം വേണ്ട, പുതിയ റിസർവോയർ വേണ്ട, നിലവിലുള്ള റിസർവോയറുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് 5075 മെഗാവാട്ട് പമ്പ് സ്റ്റോറേജ് സാധ്യത കേരളത്തിൽ ഉണ്ട് എന്നാണ്. പുതിയ ഡാം വേണ്ട, പുതിയ റിസർവോയർ വരുന്നില്ല, നദിയുടെ താഴത്തേക്കുള്ള ഒഴുക്കിനെ ഇത് ബാധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക ആഘാതം വളരെ കുറവായിരിക്കും. പക്ഷേ ഈ റിസർവോയറുകളെ ബന്ധിപ്പിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളോ തുരങ്കങ്ങളോ വേണ്ടിവരും. അത് മാത്രമാണ് അവിടെ വരുന്ന സിവിൽ പോയിന്റ്. അപ്പോൾ 5075 മെഗാവാട്ട് ഇങ്ങനെ ഉത്പാദിപ്പിക്കാമെങ്കിൽ പകൽ സമയത്ത് കിട്ടുന്ന സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി
ഉണ്ടാക്കി ആ വൈദ്യുതി കൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് മുകളിലത്തെ റിസർവോയറിലേക്ക് കയറ്റുക. വൈകുന്നേരം നമ്മളെല്ലാം കൂടുതൽ കറണ്ട് എടുക്കുന്ന സമയത്ത് ഈ വെള്ളം താഴോട്ട് ഒഴുക്കി 5075 മെഗാവാട്ട്. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മുടെ പീക്ക് ഡിമാൻഡ് ഏതാണ്ട് 5000 മെഗാവാട്ടിനടുത്ത് എത്തിയിരുന്നു. അപ്പോൾ നമ്മുടെ പീക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പോലും പമ്പ് സ്റ്റോറേജിലൂടെ ഇപ്പോൾ നമുക്ക് സാധിക്കും. അപ്പോൾ കേരളത്തിൽ ബാറ്ററി സ്റ്റോറേജിനേക്കാളും ലാഭകരം എന്നാൽ ഇതിൻ്റെ ലൈഫ് ബാറ്ററി ലൈഫിനേക്കാളും വളരെ വളരെ കൂടുതലാണ്. പക്ഷെ അച്യുസൊക്കെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എൻ്റെ പാനലിൽ എന്ത് സംഭവിക്കും? പാനലിന് അവർ തരുന്ന വാറണ്ടി 20 വർഷമാണ്. 20 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 കിലോവാട്ട് ഉത്പാദിപ്പിക്കുന്ന പാനല് 20 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ ഉത്പാദനം 1 കിലോവാട്ട് തികയില്ല, 90%ആയിരിക്കും. 900 കിലോവാട്ട്. അത് കഴിഞ്ഞാലും പിന്നെയും അത് വർക്ക് ചെയ്യും, കുറേ വർഷം കൂടെ പോകും. പക്ഷേ എല്ലാത്തിനും ഒരു ആയുസ്സുണ്ട്. ഈ ആയുസ് അറ്റ് കഴിഞ്ഞാൽ ഈ പാനലുകളെല്ലാം ഡിസ്പോസ് ചെയ്യണം. ഈ പാനലിലെ സോളാർ സെൽ ഉത്പാദിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഘടകം സിലിക്കോണാണ്. സിലിക്കോൺ എന്നുള്ളത് കണ്ട് ലഭ്യതയെ പറ്റി എല്ലാ പ്രശ്നവും, അതിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട്, അതിന് എനർജി ആവശ്യമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് ഡിസ്പോസ് ചെയ്യുന്നത് ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഡിസ്പോസൽ വരുമ്പോഴാണ് നമ്മൾ സാധാരണ വളരെ അലംഭാവം കാണിക്കുക. എൻ്റെ ഓർമ്മയിൽ നമ്മുടെ നാട്ടിൽ ട്യൂബ്ലൈറ്റുകൾ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 60-70 വർഷമായി. ഇപ്പോഴും നമ്മുടെ മിക്ക ഇലക്ട്രിസിറ്റി ബോർഡ് സെക്ഷൻ ഓഫീസുകളിൽ പോയാലും പുറകു വശത്ത് 100 കണക്കിന് ട്യൂബ്ലൈറ്റുകൾ ഇട്ടിട്ടുണ്ടാകും. അത് സ്ട്രീറ്റ് ലൈറ്റുകളിൽ നിന്ന് ട്യൂബ് ഫ്യൂസ് ആൽപ്പം കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. ഇത് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. പക്ഷേ ഇത് ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള വഴി തീർച്ചയായിട്ടും കണ്ടെത്തണം. അത് എനിക്ക് ആകെ പറയാവുന്നത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ട്യൂബ്ലൈറ്റ് ഡിസ്പോസ് ചെയ്യാനുള്ളതാണ്. അതിൽ നിന്ന് ഈ പറഞ്ഞ വെള്ളം ലീക്ക് ചെയ്ത് വന്ന് അത് കുടിവെള്ളത്തിൽ കടരാജൊക്കെ നോക്കേണ്ടി വരും. അത്തരം മുൻകരുതലുകൾ മാത്രം മതി. അല്ലാതെ ഈ സിലിക്കോണിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സിലിക്കോൺ പ്രോസസ്സിങ്ങിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകളുടെ ആഘാതങ്ങളെ പറ്റി തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ആ സാധ്യത തള്ളിക്കളയാവില്ല. പക്ഷെ അത് മാനേജ് ചെയ്യാവുന്നതാണെന്നാണ് നിലവിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് മാനേജ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. ബാറ്ററിയുടെ കാര്യം ഞാൻ പറഞ്ഞത്, ബാറ്ററി ഇതിനേക്കാൾ വലിയ പ്രശ്നം വരാവുന്നത് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നാണ്. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിന് ഇത്രയും പ്രചാരം ഉണ്ടാകാൻ കാരണം ഞാൻ നേരത്തെ ഈ ന്യൂക്ലിയർ ലോബിയുടെ കാര്യം പറഞ്ഞതുപോലെ ബാറ്ററി ലോബി അതിൻ്റെ പിന്നിൽ വലിയ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഓട്ടോമൊബൈൽ കമ്പനികളെല്ലാം അവരുടെ പഠനങ്ങൾ തന്നെ കാണിക്കുന്നത് ഒരു 15-20 വർഷം കഴിഞ്ഞാൽ ഈ ബാറ്ററികൾക്ക് ആവശ്യമായ ലിഥിയവും കോബാൾട്ടും ലഭ്യമാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരാലോചിക്കുന്നത് അപ്പോൾ 15 വർഷത്തിലെ നമുക്ക് വിൽക്കാവുന്ന അത്രയും കാറ് ഉണ്ടാക്കി വിൽക്കണം. അത് കഴിഞ്ഞാലല്ലേ പ്രശ്നം വരുന്നത്. അപ്പോൾ അത് ബാക്കിയുള്ളവർ വാങ്ങിയവരുടെ പ്രശ്നമാണ്, കമ്പനിയുടെ പ്രശ്നമല്ല. ഇത് നമ്മൾ സാധാരണ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാകുന്നു. അപ്പോൾ ഒന്ന് ചെയ്യുന്നത് കണ്ടാൽ ഈ ചെയ്യുന്നത് ഉപയോഗിച്ച് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും ക്ഷമിക്കണം. ക്യാപിറ്റലിസത്തിൻ്റെ ആധാര തത്വം അതാണ്. ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം, ഷോർട്ട് ടേം പ്രോഫിറ്റ് ഉണ്ടാക്കാം, അത് അവർ നോക്കും. പക്ഷെ സമൂഹം ആലോചിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ബാറ്ററി ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ അല്ല. അപ്പോൾ സസ്റ്റൈനബിൾ സൊല്യൂഷൻ എന്താണ്? നേരത്തെ സതീശൻ തന്നെ സൂചിപ്പിക്കേണ്ടായി. ഈ വൈദ്യുതി ഉപയോഗിച്ച് വെള്ളത്തിനെ ഇലക്ട്രലൈസ് ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാക്കാം. ഈ ഹൈഡ്രജൻ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഹൈഡ്രജനെ ഗ്രീൻ ഹൈഡ്രജൻ എന്നാണ് പറയുന്നത്. അതായത് ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കാമെന്നുള്ള ചിന്ത വന്നപ്പോഴത്തേക്ക് ഒരുപാട് കമ്പനികളെ ഞങ്ങൾ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത്, അവർ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നതിൽ നിന്നാണ് നാച്ചുറൽ ഗ്യാസിൽ നിന്നും ഒക്കെയാണ് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത്. അതൊരു സൊല്യൂഷൻ അല്ല. നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളെ ഇല്ലാതെയുള്ള ഒരു ഭാവിയാണ് നോക്കുന്നത്. അപ്പോൾ ഈ സോളാർ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വെള്ളം ഇലക്ട്രലൈസ് ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഗ്രീൻ ഹൈഡ്രജനാണ്. ആ ഹൈഡ്രജനെ ഇന്ധനമാക്കിക്കൊണ്ട് ഇലക്ട്രിക്കൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ, ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ, അത്തരത്തിൽ വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് വീണ്ടും നമുക്കിപ്പോൾ ഉദ്ധരിക്കാവുന്ന ക്യാപിറ്റലിസ്റ്റ് അദാനിയാണ്. അദാനി വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ ഫാക്ടറി തുടങ്ങാൻ പോകുന്നു എന്ന് പേപ്പറിൽ ന്യൂസ് അറിയുണ്ടായി. അദാനി പറയുകയാണെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാക്കും. പക്ഷെ ആ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഇവിടെ നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നില്ല എങ്കിൽ അത് അദ്ദേഹം കപ്പലിൽ അമേരിക്കയിൽ കൊണ്ടുവന്നാൽ 1 കിലോഗ്രാം ഗ്രീൻ ഹൈഡ്രജന് $3 അമേരിക്കയിൽ സബ്സിഡി അവർ കൊണ്ടുവരുന്നത്. അവർക്ക് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അവർ അമേരിക്കക്കാർക്ക് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ ലാഭകരമായി നമുക്കും ചെയ്യാൻ സാധിക്കും.
ഗ്രീൻ ഹൈഡ്രജനിലേക്ക് മാറുകയാണെങ്കിൽ ഇതൊരു സസ്റ്റൈനബിൾ സൈക്കിളായിട്ട് മാറും. സോളാർ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദനം, ഇത്തരത്തിലുള്ള ഒരു സൈക്കിൾ സസ്റ്റൈനബിൾ എനർജി സൈക്കിളാണ്. അപ്പോൾ ഞാൻ എൻ്റെ അവതരണത്തിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ ഒരു ടുവേർഡ്സ് എ സസ്റ്റൈനബിൾ എനർജി സെനറിയോ ഫോർ കേരള എന്ന സ്വപ്നത്തിലേക്ക്, എനിക്ക് വയസ്സ് 50 കഴിഞ്ഞു, അതുകൊണ്ട് ഞാനിപ്പോൾ സ്വപ്നം കാണുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മക്കളുടെ കാലമാകുമ്പോഴേക്കും തീർച്ചയായിട്ടും അത്തരം ഒരു സസ്റ്റൈനബിൾ എനർജി സെനറിയോയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നേരത്തെ സതീഷ് പറഞ്ഞതുപോലെ പിന്നെ നമ്മളൊന്നും ഇവിടെ ഉണ്ടാകാൻ വഴിയില്ല. അത്ര ഡാമേജാണ് നമ്മുടെ എൻവയൺമെന്റിൽ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന കൽക്കരി, ഇന്ത്യൻ കൽക്കരിയെ പറ്റി പറഞ്ഞപ്പോൾ സതീഷാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഇന്ത്യൻ കൽക്കരി നല്ലതല്ല, നമ്മുടെ കൽക്കരി മോശം കൽക്കരിയാണ്. അതിൻ്റെ പകുതിയോളം ഭാഗം കത്താത്ത മെറ്റീരിയലാണ്. അതായത് തൂത്തുക്കുടി പോർട്ടിൽ പോയാൽ അറിയാം, ഈ കപ്പലിൽ കൊണ്ടുവരുന്ന കൽക്കരിയിൽ നിന്ന് ഈ കല്ലും അതും എല്ലാം മാറ്റി ബാക്കിയുള്ളതാണ് അവർ പവർ പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ കൽക്കരി പോലും ഇനിയും അധികകാലം നമുക്ക് കത്തിക്കാൻ സാധിക്കില്ല, കത്തിക്കാൻ ലോകം അനുവദിക്കില്ല. ആഗോള തലത്തിൽ തന്നെ കൽക്കരിയുടെ ഉപയോഗം എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതിനുള്ള സമ്മർദ്ദം ഏറി വരികയാണ്. ഇപ്പോൾ അമേരിക്കൻ ഇലക്ഷനിലും ഒരു ക്യാമ്പയിൻ ഇഷ്യൂ ആയിട്ടില്ല. പക്ഷേ ട്രംപ് പറയുന്ന ഒരു കാര്യം, അവിടെ അടച്ചുപൂട്ടിയ പല കൽക്കരി ഖനികളും അദ്ദേഹം തുറപ്പിക്കുമെന്നാണ്. എന്നുവെച്ചാൽ ഒരുപാട് ട്രേഡ് യൂണിയനെ പ്രീതിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ്. പക്ഷേ ഈ കൽക്കരി ഖനികൾ അടച്ചുപൂട്ടാതെ, കൽക്കരി ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുതി ഉത്പാദനം അവസാനിപ്പിക്കാതെ ലോകത്തിന് രക്ഷയില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ എനർജി സൈക്കിൾ എന്നുള്ളത് ഒഴിവാക്കാനാവുന്ന കാര്യമാണ്, അനിവാര്യതയാണ്. അതിലേക്കായി വേണം നമ്മൾ ശ്രമിക്കാൻ. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ്. ബൈ ബൈ.